അഖിൽ നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പോൾ കൽപ്പറ്റ നാരായണ സാർ ആണെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ കൃതി വായിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് വായിച്ച ശേഷം അദ്ദേഹം എന്നെ വിലയിരുത്തുന്നത് ഒരു പൈങ്കിളി സാഹിത്യം എന്നാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്, ആദ്യം നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത രീതിയിലൊരു കഥന രീതി, അതിങ്ങനെ പറഞ്ഞു പോകുന്നു, അതിൻ്റെ പശ്ചാത്തലം വേറെയാണ്, നമുക്ക് പരിചയമില്ല ഒരു പശ്ചാത്തലമല്ല, പറയുന്ന രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ പേജിലേക്ക് നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത പേജിലേക്ക് നമ്മളെ അറിയാതെ താൾ മറിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേരള പൊതുസമൂഹമൊക്കെ ചർച്ച ചെയ്ത ഒരു വലിയ വിഷയത്തിലേക്ക് അതിനെ കൂട്ടിക്കെട്ടുന്നുമുണ്ട് അഖിൽ എന്ന് പറയുന്ന സാഹിത്യകാരൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കഥയെ, അത്തരത്തിലൊരു കൃതിയെ പൈങ്കിളി സാഹിത്യം എന്ന രീതിയിൽ തന്നെ ഒക്കെയാണ് കൽപ്പറ്റ സാറൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് അഖിൽ കാണുന്നത്? പൈങ്കിളി സാഹിത്യം എന്ന് എല്ലാവരും പറയും. ഞാൻ ആലോചിക്കും ഈ പൈങ്കിളി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, അതെന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോ ഈ ആൾക്കാർ കൂടുതൽ വായിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിതാക്കള് പറ്റിയിട്ട് പറയുന്നതോ, അല്ലെങ്കിൽ റാംകി റഹ്മാനന്തി വായിച്ച് സാറിന് തന്നെ അറിയാൻ പറ്റും, അത് വായിച്ചിട്ടുള്ളതല്ല. അതിന്റെ അകത്ത് പ്രണയം എന്താണ് കൂടുതലായിട്ട് പറയുന്നില്ല, സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് പറയാൻ പറ്റാത്തത് എന്താന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഒരു ട്വിസ്റ്റാണ് എങ്കിൽ പോലും നമ്മുടെ സമീപത്തുള്ള ഒരു രാജ്യത്തിനുള്ള ഇഷ്യൂസ് പറയുന്നുണ്ട്, കുടിയേറ്റത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പൈങ്കിളി അല്ലെങ്കിൽ ഇപ്പൊ പ്രണയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് എങ്ങനെ അത് അടിവര ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ സാർ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്, സാർ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് സാറിന് ഒരു വലിയ ആഴത്തിലുള്ള ഒരു വായന തന്നെ ഉള്ളതാണ് കൽപ്പറ്റ സാറിനൊക്കെ ഉള്ളത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് എന്റേത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ ഇപ്പൊ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് വായനയുടെ ഒരു ലോകത്തേക്ക് എത്താൻ പറ്റുന്നതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. അപ്പൊ സാറിന്റെ ഇത്രയും വലിയ ആഴത്തിലുള്ള ഒരു വായനയില് സാറ് ചിലപ്പോ എന്റെ ബുക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് മാത്രമായിരിക്കും സാറ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും 1% പോലും സാറിനുള്ള റെസ്പെക്റ്റോ ഒരു കാര്യങ്ങളോ പോയിട്ടില്ല. സാറിനെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഒരു ഗുരുവിനോട് കാണുന്ന ആ ഒരു റെസ്പെക്റ്റോട് തന്നെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ പുതിയ കാലത്തിലെ എഴുത്തുകാർ ആൾക്കാർ അല്പസ്വല്പം ബിസിനസ് കൂടി അറിയണം എന്ന അഭിപ്രായത്തോട് അഖിൽ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം ആ രീതിയിലാണ്, അതിനെ ബിസിനസ്സായി കൂടി കാണണം, സാഹിത്യത്തെ അങ്ങനെ കാണണം എന്ന അഭിപ്രായം അഖിലുണ്ടോ? ഇപ്പൊ ബുക്ക് എന്ന് മാത്രമല്ല, നമ്മളിപ്പോ എന്തൊരു സാധനമാണെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് അത് ബിസിനസ് അല്ല, അത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞല്ല, മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ടേ. ഇപ്പൊ ഞാൻ എന്റെ ബുക്ക് ഇറങ്ങിയിട്ട് ഞാനും എന്റെ ഒരു കുറച്ച് ആൾക്കാർ ഇപ്പൊ നാട്ടിലുള്ളവർ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്യം ചെയ്യേണ്ടി വരും, പത്രത്തിലാണെങ്കിലും ന്യൂസിൽ ചാനലിലാണെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനെ ഒരിക്കലും മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ സൃഷ്ടിനെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ നിങ്ങളും അത് വായിക്കണേ എന്നുള്ളൊരു റിക്വസ്റ്റ്, അതാണ്. പിന്നെ ഈ പൈസ കൊടുത്തിട്ട് ഇപ്പൊ റിവ്യൂ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തെളിയിക്കട്ടെ അവർ, അങ്ങനെ ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും പൈസ കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. PR വർക്ക് എന്ന് പലരും പറഞ്ഞു, റാംകി റഹ്മാനന്തിക്കൊക്കെ. ഞാൻ 1 രൂപ പോലും PR വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്റെ എല്ലാ നോവലുകൾക്കും ചെയ്ത് ഇത്ര എഡിഷൻ എനിക്ക് എത്തിക്കാനായിട്ട് പറ്റും. റാംകി റഹ്മാനന്തി എന്തോ ലൈഫിൽ ഒരിക്കലും വരുന്ന ഒരു മാജിക് പോലൊരു നോവലാണ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു തന്നിട്ടുള്ള നോവലാണ്. എന്റെ ലൈഫിൽ ഇനി എനിക്ക് ഒരു 50 എഡിഷൻ പിന്നിടുന്ന ഒരു ബുക്ക് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അതൊരു കേരളത്തിലെ യുവജനങ്ങൾ മാത്രമല്ല, എല്ലാ ടൈപ്പ് ആൾക്കാരും ഏറ്റെടുത്ത് അതൊരു ആഘോഷമാക്കി തന്നെയാണ് ആ നോവലിനെ ഇപ്പോ ഒരു ആൾക്കാര് നെഗറ്റീവ് കുറെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു എത്രയോ മടങ്ങ് ആൾക്കാർ അത് സന്തോഷിക്കുന്നതാണ്. അപ്പൊ ആ സന്തോഷത്തിലാണ് ഞാൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ ആ നെഗറ്റീവിന്റെ സൈഡിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിട്ട് ഇതൊക്കെ പറയുന്നത്.